ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹാഫ് ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് അളവെടുത്ത് നമുക്ക് കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഇതാ ഈ ബ്ലൗസ് ഞാനിങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്, നേരെ സെൻറ്ററായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. ഇതാ ഇവിടെ ഈ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ പിടിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. 14 ഇഞ്ച്. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് 1 ഇഞ്ചും കൂടെ കൂട്ടി 15 ഇഞ്ചിലാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർക്ക് ഒരു 1/2 ഇഞ്ചും കൂടെ ലെങ്ത്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 ഇഞ്ചും കൂടെ ചേർത്ത് ഞാൻ 15.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ബാക്ക് പോർഷനാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. 15.5 ഇഞ്ചിൽ നമ്മളിത് മാർക്ക് ചെയ്ത് ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം കേട്ടോ. തുണി ഞാൻ മടക്കിയിട്ടിരിക്കുന്നത് 14 ഇഞ്ചിലാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ അളവെടുക്കുമ്പോൾ ഇത് ഈ ക്ലോത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റ് എടുക്കാനായിട്ട് നമുക്ക് എളുപ്പമുണ്ടാകും. എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ അളവെടുക്കുക. ഇതാ ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ 1/2 ഇഞ്ച് നമുക്കിവിടെ സീം എലവൻസിന് ഇടണം. അപ്പോൾ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് വേണം നമ്മളിത് മെഷർമെൻ്റ് എടുക്കാൻ. ഇതാ ഈ ഭാഗം കറക്റ്റ് നോക്കുക. അതിനുശേഷം നമ്മൾ ഇതാ ഈ നെക്ക് പോർഷൻ ഇങ്ങനെ ഈ തുണിയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കധികം വ്യത്യാസം വരില്ല. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് സ്റ്റിച്ചിങ് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് മറച്ചിട്ടും നമുക്ക് ചെയ്യാം. ഇത് മറച്ചിട്ടിട്ട് അളവെടുത്ത് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഭാഗമൊക്കെ കറക്റ്റ് വെച്ച് കൊടുക്കുക. ഈ ഭാഗമൊക്കെ കറക്റ്റായിരിക്കണം. ഇപ്പോൾ മെഷർമെൻ്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പേടിയുള്ളവർ ആദ്യം ഇങ്ങനെ ഒരു ബ്ലൗസ് നല്ല കറക്റ്റ് അളവുള്ള ഒരു ബ്ലൗസ് വെച്ച് ചെയ്താലും മതി. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് ഇങ്ങോട്ട് സ്റ്റിച്ചിങ്ങിന് വേണം. 1/2 ഇഞ്ച് ഇവിടെ മടങ്ങിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ 1/2 ഇഞ്ച് വിട്ടിട്ടുള്ളത്. നമുക്കിനി ഇത് വെച്ചിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇതാ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഷോൾഡർ കണ്ടോ, കറക്റ്റായിട്ട് ഇതാണ് നമ്മുടെ ഷോൾഡർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോൾഡർ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 6.25 ഇഞ്ചാണ്. 1/4 ഇഞ്ച് 1/2 ഇഞ്ച് ഒരു പോയിന്റ് എന്നൊക്കെ പറയണതെല്ലാം ഇതിനകത്ത് ശ്രദ്ധിക്കണം. കാരണം ഒരു പോയിന്റ് മാറിയാൽ തന്നെ നമുക്ക് അതിന് ടൈറ്റിന് വ്യത്യാസം വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. 6.25 ഇഞ്ചാണ് നമുക്കിവിടെ ഷോൾഡർ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചേച്ചിയുടെ ബാക്ക് നെക്ക് നോക്കാം. ബാക്ക് നെക്ക് ഇതാ ഇങ്ങനെ വെച്ച് നമ്മൾ ടേപ്പിൽ അളവെടുക്കുമ്പോൾ 8.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ 8.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണം. അപ്പോൾ ഒരു 1/4 ഇഞ്ച് കയറ്റിയിട്ട് വേണം ഇവിടെ മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഒരു 8.25 ഇഞ്ച് നമുക്കിവിടെ കൊടുത്താൽ മതി. കണ്ടോ, ഒരു 8.25 ഇഞ്ചിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതാ ഇനി ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കിപ്പോൾ ഇവിടുത്തെ ഷോൾഡർ ഇവിടെ നെക്കിൻ്റെ അകലം ഇവിടെ ഇപ്പോൾ നമുക്ക് റെഡി വന്നിട്ടുള്ളത് എത്രയാണ്? ഇതാ 3.25 ഇഞ്ച് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് വിടണം. അപ്പോൾ നമ്മളൊരു 2.25 ഇഞ്ചിലാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2.25. ഇപ്പോൾ ഇത്ര അധികം വൈഡ് വേണ്ട. ഇത്രയും ഇതിപ്പോൾ വൈഡ് അധികമാണ്. അപ്പോൾ നമുക്കൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്താലും മതി. അപ്പോൾ ഈ ചേച്ചിക്ക് കഴുത്ത് ഇത്രയും വൈഡ് വേണ്ട. അപ്പോൾ നമുക്ക് കഴുത്തിരി ഒതുങ്ങി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 1/4 ഇഞ്ച് കുറച്ച് 2.5 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ അളവ് ബ്ലൗസിൻ്റെ അതേ ഇതിൽ തന്നെ വെച്ചിട്ട് ഇവിടുത്തെ 1/2 ഇഞ്ച് സീം എലവൻസും കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഈ 2.5 ഇഞ്ചിൽ നിന്ന് ഇതാ ഇവിടെ ബാക്ക് നെക്ക് നമ്മൾ 8.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് താഴത്തെ അളവാണ് വേണ്ടത്. ഈ 2 പോയിന്റും ഈ സ്റ്റിച്ചിങ് വന്നേക്കുന്നത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് വേണം നോക്കാനായിട്ട്. ഇതാ ഇത് രണ്ടും കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവ് 8.5 ഇഞ്ചാണ്.
ആ 8.5 നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 8.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടത്തെ ചെസ്റ്റ് അളവ് നോക്കണം. അത് വന്നിട്ട് 10.25 ഇഞ്ചാണ്. ഉണ്ട്, ഒട്ടും വലിക്കൊന്നും വേണ്ട, അത് കറക്റ്റ് അതിൽ തന്നെ വെച്ചാൽ മതി. 10.25 ഇഞ്ച്. അപ്പോൾ ഇവിടത്തെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഈ മാർക്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം 10.25 ഇഞ്ച്. ഇനി നമുക്ക് ആം ഹോൾ കട്ട് ചെയ്യാനായിട്ട് ഇത് കറക്റ്റ് ആം ഹോളാണ്. അപ്പോൾ നമുക്ക് ഈ ബ്ലൗസ് അനക്കാണ്ട് ഇങ്ങനെ തന്നെ വെക്കുക. ഇതേ ഇതിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ട അളവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ചെസ്റ്റ് അളവ് കിട്ടി, ഇവിടുത്തെ വേസ്റ്റ് അളവ് കിട്ടി. ഇനി നമുക്കിത് ജോയിൻ ചെയ്ത് വരച്ചാൽ മതി. 1.5 ഇഞ്ച് നമ്മളിവിടെ സീം അലവൻസും കൂടെ ആഡ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ബാക്ക് പോർഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആം ഹോൾ വരച്ചു, വേസ്റ്റ് വരച്ചു, നെക്ക് ലൈനും വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിത് കറക്റ്റായിട്ട് വരച്ചെടുക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നവർ സീം അലവൻസ് കുറച്ച് ഒരു 1/2 ഇഞ്ചും കൂടെ കൂടുതൽ കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ കേട്ടോ. ചിലപ്പോൾ വരാം. അത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിച്ചൊന്നും അടിക്കരുത്. വലിച്ചടിക്കുമ്പോഴൊക്കെയാണ് അങ്ങനെ മിസ്റ്റേക്കുകൾ വരുന്നത്. ഇതേ അളവിൽ തന്നെ നമ്മൾ തയ്ച്ചെടുത്താൽ കറക്റ്റ് ആ ബ്ലൗസിൻ്റെ അളവിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ആം ഹോൾ എത്രയുണ്ടെന്നൊന്ന് അളന്ന് നോക്കാം. 8.5 ഇഞ്ചാണ് ഇവിടെ ആം ഹോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നു ഞാൻ പറഞ്ഞല്ലോ. 1/2 ഇഞ്ച് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് പോകും. അപ്പോൾ 8 ഇഞ്ച്. അപ്പോൾ 16 ഇഞ്ചാണ് ഈ ചേച്ചിയുടെ ആം ഹോൾ എന്ന് പറയുന്നത്. 1/2 ഇഞ്ച് നമുക്കവിടെ സ്റ്റിച്ച് ചെയ്ത് പോകും. അപ്പോൾ നമുക്കിവിടെ 8 ഇഞ്ച്. അപ്പോൾ നമ്മൾ സ്ലീവ് വെട്ടുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് 8 ഇഞ്ചാണ്. കണ്ടില്ലേ? ഇവിടെ മാർക്ക് ചെയ്തത് നമുക്ക് സ്റ്റിച്ചിങ് ലൈനാണ് കേട്ടോ മാർക്ക് ചെയ്തത്, കട്ട് ചെയ്യാനുള്ളതല്ല. ഇനി നമുക്കിവിടെ നെക്കിൻ്റെ പാർട്ട് വരച്ചു കൊടുക്കാം. 2.5 ഇഞ്ച് തന്നെ വരച്ചു കൊടുക്കുകയാണ്. മുകളിൽ 2.5 എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 2.5 ഇഞ്ച് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കർവ് ചെയ്ത് വരയ്ക്കാം. റൗണ്ട് നെക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബാക്ക് പാർട്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഷോൾഡർ ഇറങ്ങി പോകാതിരിക്കാൻ 1/2 ഇഞ്ച് നമ്മൾ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണ് മാർക്ക് ചെയ്തെടുക്കുക എന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ ചെയ്ത പോലെ ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അളവെടുക്കാൻ പറ്റില്ല. ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ടക്കൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തണം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മുകളിൽ വെച്ചതുപോലെ തന്നെ ബാക്ക് പീസിൽ ചെയ്ത പോലെ തന്നെ 1/2 ഇഞ്ച് താഴത്തേക്ക് ഇറക്കിയിട്ടാണ് നമ്മുടെ ക്ലോത്ത് വെച്ചിരിക്കുന്നത്. ആം ഹോള് മാത്രം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരച്ച് വയ്ക്കാം. ആം ഹോള് മാത്രം കേട്ടോ, ബാക്കിയൊന്നും അതേ ഇതിലെടുക്കരുത്. ആം ഹോളും ഇങ്ങനെ വരച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് നമുക്ക് മാറ്റി വരയ്ക്കാം. ഇത് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. കാരണം ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരുപോലെയല്ല. ഫ്രണ്ട് കുറച്ച് ഗ്യാപ്പുള്ള ബ്ലൗസാണ്. അപ്പോൾ നമുക്ക് 10.25 തന്നെ നമ്മൾ ഇവിടെ എടുക്കുന്നത് പോലെ മറ്റ് ബ്ലൗസിന് എടുക്കുന്നത് പോലെ എടുക്കാനായിട്ട് പറ്റില്ല. ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് നമുക്ക് ആദ്യം നോക്കാം. നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 6 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. നമ്മൾ നോർമൽ 6.5 ഇഞ്ചാണ് കൊടുക്കാറ്. ഇവർക്ക് ഫ്രണ്ട് നെക്ക് അത്ര ഇറങ്ങുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അത് 6 ഇഞ്ചിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 6 ഇഞ്ച്. ഇവിടെ നമ്മൾ 2.5 തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ നമ്മൾ 2.25 കൊടുക്കാറുണ്ട്.
ഇവിടെ നിന്ന് 6 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നിന്ന് 2.25 ഇഞ്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം ഫ്രണ്ട് നെക്ക് ഇടുങ്ങി പോകാതെ കുറച്ച് ഒന്ന് ഇതായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതാ ഇവിടെ 2.5 ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇവിടെ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഫ്രണ്ട് നെക്ക്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുക്കേണ്ടത് ടക്ക് പോയിന്റ് ആണ്. ഇത് നമ്മൾ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ നിന്ന് പിടിക്കുകയാണ് കേട്ടോ. ഈ മോൾ ഭാഗത്തു നിന്ന് വേണം ടക്ക് പോയിന്റ് നമ്മൾ എടുക്കാനായിട്ട്. ഇവിടെ നിന്ന് നമ്മൾ ടക്ക് പോയിന്റ് എടുക്കുമ്പോൾ 10 ഇഞ്ചാണ് ടക്ക് പോയിന്റ് വന്നിട്ടുള്ളത്. 10 ഇഞ്ചാണ്. അത് നമ്മളിങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് തന്നെ വേണം എടുക്കാനായിട്ട്. വല്ലാണ്ട് വലിക്കേണ്ട, ഒരു നോർമൽ രീതിയിൽ. അങ്ങനെ കറക്റ്റ് പിടിച്ചപ്പോൾ അത് 10.25 വന്നിട്ടുണ്ട്. 10.25 ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ടക്ക് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മുകളിൽ നിന്ന് 10.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഇവിടുത്തെ അകലം അറിയാലോ, ഒരു 4. ഇത് നമ്മൾ ഇവിടെ നിന്ന് അളന്ന് നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3.25 വന്നിട്ടുണ്ട്. 1/2 ഇഞ്ച് നമുക്ക് ഇവിടെ തയ്ച്ച് പോകാനായിട്ട് എടുക്കും. 1/2 ഇഞ്ച്, ഒരു 1/4 ഇഞ്ച്, 1/2 ഇഞ്ച് തന്നെ എടുത്തോളൂ. അപ്പോൾ 4.25 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാം. 4.25 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ടക്ക് പോയിന്റിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലാണ് പറഞ്ഞത് 4.25. അപ്പോൾ നമുക്കിവിടെ 10.25 ഇഞ്ചിൽ മെയിൻ ടക്ക് മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ ടക്കിൻ്റെ ലെങ്ത്ത് നോക്കുക. ഈ ടക്ക് പോയിന്റ് പിടിച്ചെടുത്ത് നിന്ന് ഈ താഴത്തേക്കുള്ള ലെങ്ത്ത് നോക്കുക. 3 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. 3 ഇഞ്ച്. അപ്പോൾ ആ 3 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴത്തേക്ക് 3 ഇഞ്ച്. ഇവിടെ 4.25 എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 4.25 ഇവിടെ താഴെ ഉണ്ടോ എന്ന് നോക്കുക. അതാണ് നമ്മുടെ പോയിന്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടേക്ക് 3 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 3, 3.5 കൊടുക്കും. അപ്പോൾ ഇവർക്ക് വന്നിട്ടുള്ളത് 3 ഇഞ്ചാണ്. ഇനി നമുക്ക് ടക്കിൻ്റെ അകലവും നമുക്കിങ്ങനെ തന്നെ നോക്കാം. ഇവിടെ നിന്ന് അവർ കൊടുത്തിട്ടുള്ളത് 1.5 ഇഞ്ചാണ് ടക്കിൻ്റെ അകലം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടക്കിൻ്റെ അകലം നമ്മൾ മാർക്ക് ചെയ്യുന്നത് 1.5 ഇഞ്ച്. 1.5 ഇഞ്ച് ഇങ്ങോട്ടും 1.5 ഇഞ്ച് ഇങ്ങോട്ടും. ടക്കിൻ്റെ അകലവും നമുക്ക് കിട്ടി. ഇനി നമുക്കിത് ഇങ്ങനെ വരച്ച് വയ്ക്കാം. ഈ പോയിന്റിലൂടെയാണ് നമ്മൾ അടിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇനി ഇവിടത്തെ ഈ ഒരു മെയിൻ ടക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നോർമലി മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് തന്നെയായിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2.5 ഇഞ്ച് മതി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടക്ക്. 2.5 ഇഞ്ച്. എല്ലാവർക്കും കൊടുക്കുന്ന പോലെ നമ്മൾ അളവ് ബ്ലൗസ് തന്നിട്ട് ചെയ്യുമ്പോൾ അവരുടെ അളവാണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ചാണ് ടക്കിന് മാർക്ക് ചെയ്യാറുള്ളത്. ഇവിടെ ഇവരിതാ 1/4 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എത്ര കൊടുക്കണം? 1/4 ഇഞ്ച് തന്നെ കൊടുക്കുക. എന്നാലാണ് കറക്റ്റ് ഈ ബ്ലൗസിൻ്റെ അളവ് വരുള്ളൂ. അപ്പോൾ 1/4 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2 സൈഡിലും 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടുത്തെ അളവെല്ലാം നോർമൽ ആയിരിക്കും. ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് 1.5 ഇഞ്ച് മുകളിലേക്ക്
മാർക്ക് ചെയ്യുക, ഇവിടെ കർവ് ചെയ്ത് വരയ്ക്കുക. ഇതെല്ലാം സെയിം ആയിരിക്കും കേട്ടോ. ഇവിടെയും ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യുക. ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ടാണ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ താഴത്തെ ഷേപ്പ് വരുന്നത്. ഇനി നമുക്ക് ആം ഹോൾ വരച്ചതിന് ശേഷം ചെയ്യാം. ഈ ആം ഹോൾ വരയ്ക്കാനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്തെടുക്കാം. 5.25 അവർ ലെങ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ 5.25 തന്നെ നമുക്കിവിടെ ആം ഹോൾ വരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് 8.5 വന്നതെന്ന് പറഞ്ഞല്ലോ. ഇനി ഇതാ ഇവിടെ 5.25 നമ്മൾ മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് ആയിരിക്കും നമ്മളിവിടെ കൈക്കുഴി വരച്ചെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്രണ്ട് 1/2 ഇഞ്ചും കൂടെ കുറച്ചിട്ട് 1 ഇഞ്ചിലാണ് ഫ്രണ്ട് ആം ഹോൾ വരിക. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സ്ലീവിൻ്റെ ഇത് വെച്ചിട്ട് വരച്ചെടുക്കാം. ഇതാ സ്ലീവ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. വയ്ക്കുമ്പോൾ ഈ ജോയിൻ ഭാഗം വേണം ഇങ്ങനെ വെക്കാൻ കേട്ടോ. കാരണം ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഇത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കണ്ടോ കറക്റ്റായിട്ട് വരുന്നത്. ഇതാ നമ്മൾ ആ വരച്ച ലൈനിലേക്കാണ് അത് വരുന്നത്. ഇങ്ങനെയാണ് ആം ഹോൾ വന്നിട്ടുള്ളത്. ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഫ്രണ്ട് കുറച്ച് കുഴിച്ച് വെട്ടുന്നുണ്ട്. ഒരു ആം ഹോൾ കർവ് വെച്ചിട്ട് ബാക്കി നമുക്ക് വരച്ചെടുക്കാം. ഇത് ഇങ്ങനെയാണ്. രണ്ടോ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടേക്കാണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ നോക്കണ്ട. ഇതാണ് നമ്മുടെ കറക്റ്റ് ആം ഹോൾ ലൈൻ കേട്ടോ. ഇതാണ് നമ്മുടെ കൈക്കുഴി വന്നിട്ട്. ഇനി നമുക്ക് ഇവിടത്തെ അളവെടുത്ത് കൊടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവ്. ഈ സ്റ്റിച്ചിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവെന്ന് പറയുന്നത് 10 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. 10.25 ഇഞ്ച് ഉണ്ട്. 10.25 ഇഞ്ചാണ് ഈ ഭാഗത്തെ. ഇനി നമുക്ക് ഇവിടുത്തെ ആം ഹോളിൻ്റെ ഇവിടുത്തെ ടക്ക് നോക്കാം. ഇതും ഇവിടെ 1/4 ഇഞ്ചിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1/4 ഇഞ്ചിൽ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 1/4 ഇഞ്ച് നമുക്കിവിടെ എക്സ്ട്രാ ആഡ് ചെയ്യണം. ഈ 10.25 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. 10.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതാണ് കറക്റ്റ് വണ്ണായിരുന്നത്. അപ്പോൾ 1/4 ഇഞ്ചിൻ്റെ ടക്കാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ചും കൂടെ വേണം. അപ്പോൾ നമുക്ക് 10.25 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത് നമ്മൾ ഈ 10.25 എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളിടത്തു നിന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് സീം അലവൻസ്. ഇതാ 1.5 ഇഞ്ചിൽ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു ടക്കും കൂടെ ഉണ്ടല്ലോ. ആ ടക്കിൻ്റെ കറക്റ്റ് അളവ് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നോക്കിയെടുക്കാം. ഇതാ മുകളിൽ നിന്ന് 5 ഇഞ്ചാണ് വരുന്നത്. ഇവിടെ നിന്നാണ് വരിക. കറക്റ്റ് ഈ പോയിന്റിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ടക്ക് പോയിന്റ് വന്നിട്ടുള്ളത്.
4 ഇഞ്ചാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 4 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടുത്തെ ടക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സൈഡിലും കൂടെ ഒരു ടക്ക് ഉണ്ട്. അത് നമ്മളിവിടുന്ന് സ്ട്രെയിറ്റ് പിടിക്കുകയാണ്. ഇവിടെയും 4 ഇഞ്ചിൻ്റെ ടക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് 4 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ 4 ടക്ക് പോയിന്റ്സും വരുന്നത്. ഇനി നമുക്കിതെല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷനും 1/2 ഇഞ്ചിൽ ഞാനിവിടെ ഒന്ന് കുഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴുത്ത് അങ്ങനെ ഷോൾഡർ ഇറങ്ങി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കാരണം അളവ് ബ്ലൗസിൽ നിന്ന് എടുത്തിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. എന്തെങ്കിലും ഇനി അളവിൽ എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ തുണി ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ഇതേ അളവിൽ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ നമുക്ക് പട്ടയും കൂടെ കട്ട് ചെയ്യണം. അത് നമ്മൾ നോർമൽ ബ്ലൗസിന് ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്താൽ മതി. കാരണം ഇതിൻ്റെ ഇത് അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ നോർമൽ ബ്ലൗസിൻ്റെ പട്ട പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് പോർഷൻ 4 ഇഞ്ചിലും ഈ സൈഡ് 3.5 ഇഞ്ചിലുമായിട്ട് കട്ട് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ കിട്ടും. 3.5 ഇഞ്ച് ഫ്രണ്ട് പോർഷൻ വന്നിട്ടുണ്ട്, 3 ഇഞ്ച് ബാക്ക് പോർഷനും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നോർമൽ പട്ട കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. അത് നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു അളവ് ബ്ലൗസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുത്ത് മെയിൻ ക്ലോത്തുമായിട്ട് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.